ബിസിനസ് ഓണർമാർ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തന്റെ ടീമിൽ അല്ലെങ്കിൽ സീനിയർ ലീഡർഷിപ്പ് ടീമിൽ ആരുടെയും ഭാഗത്തൊരു തെറ്റ് കാണുകയാണെങ്കിൽ അത് എങ്ങനെ പറയണം, പറഞ്ഞാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ഒട്ടുമിക്ക ആളുകളും അത് പറയാതെ പോകും. ഇതൊരു റൈറ്റ് മെത്തേഡല്ല. എങ്ങനെയായിരിക്കണം ഒരു ബിസിനസ് ഓണർ തന്റെ ടീമിൽ അല്ലെങ്കിൽ തന്റെ മാനേജേഴ്സിൽ തന്റെ സീനിയർ ലീഡർഷിപ്പിലുള്ള ഒരാളുടെ കയ്യിൽ ഒരു റോങ് കാണുകയാണെങ്കിൽ അത് തിരുത്തി പറയാൻ, അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതൊരു മെത്തേഡാണ്. അതിന് സാധാരണ ട്രെയിനിങ്ങുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് സാൻഡ്വിച്ച് കമ്മ്യൂണിക്കേഷൻ. ഈ സാൻഡ്വിച്ച് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ബിസിനസ് ഓണർ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എവിടെയും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാതെ തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. എന്താണ് സാൻഡ്വിച്ച് മെത്തേഡ്? സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ സാൻഡ്വിച്ചിനെ പോലെ ഏതൊരാളെയാണോ അദ്ദേഹത്തെ തിരുത്താനുള്ളത് എങ്കിൽ ആ തിരുത്തുന്ന വിഷയം പറയുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ നല്ല ഒരു ക്വാളിറ്റി എടുത്ത് പറയുക. അതിനുശേഷം ആദ്യം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി പറഞ്ഞു, രണ്ടാമത് എന്താണോ തിരുത്താനുള്ള വിഷയം ആ തിരുത്താനുള്ള വിഷയം പറയുക, മൂന്നാമത് വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി പറയുക, അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പറയുക. അതിനുശേഷം അദ്ദേഹത്തെ നല്ലപോലെ ഒന്ന് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയി 100% അതിനെ നല്ല രൂപത്തിൽ ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഒരാൾ കൃത്യമായി റിപ്പോർട്ട് നൽകുന്നില്ല, കൃത്യസമയത്ത് റിപ്പോർട്ട് നൽകുന്നില്ല, അതിനെയാണ് തിരുത്തേണ്ടത് എങ്കിൽ ബിസിനസ് ഓണർ അദ്ദേഹത്തെ പറയേണ്ടത് ആദ്യം അദ്ദേഹത്തിന്റെ ഒരു നല്ല ഗുണം കണ്ടെത്തി പറയുക. റിപ്പോർട്ട് എനിക്ക് കിട്ടി, ഓ മാഷാ അല്ലാഹ്, എക്സലന്റ്, എല്ലാ റിപ്പോർട്ടുകളും അതിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ട് നല്ല ഒരു ഡാഷ്ബോർഡ് ആണെന്ന് പറയാം. രണ്ടാമത്, സമയത്തിന്റെ കാര്യത്തിൽ 10ാം തീയതിയാണ് കിട്ടേണ്ടത്, പക്ഷെ 10ാം തീയതി കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം 10ാം തീയതി തന്നെ കിട്ടണം. മൂന്നാമത് വീണ്ടും പറയാം, എനിക്ക് അറിയാൻ കഴിഞ്ഞു, നല്ലൊരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ, വെരി ഗുഡ്, അപ്രീഷിയേറ്റഡ് എന്ന് പറയാം.